ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലൈവിൽ കുറച്ച് മുൻപേ നടന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോളെയും ജിസേലിനെയും കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് ചോദിക്കുന്നു അവരുടെ അടുത്ത് വിശദീകരിക്കാൻ. അപ്പോൾ ജിസേൽ രണ്ടും കൽപ്പിച്ചാണ് ബിഗ് ബോസ് ഒരു തീരുമാനം എടുക്കാൻ ജിസേൽ പറയുന്നുണ്ട്. പിന്നെ ജിസേലിൻ്റെ അടുത്ത് പെർമിഷൻ ഇല്ലാതെ ബോഡി തൊട്ട് തെറ്റ് തന്നെയാണ്. അനുമോൾ അങ്ങനെ ചെയ്തത് അത്ര ശരിയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഗെയിം നന്നായിട്ട് അറിയുന്ന ആൾ തന്നെയാണ് ജിസേൽ. എവിടെ എങ്ങനെ കയറി പിടിക്കണമെന്ന് പുള്ളിക്കാരിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഒരു തീരുമാനം ഉണ്ടാവുമെന്നും പറഞ്ഞ് രണ്ടുപേർക്കും പൊക്കോളാൻ പറയുന്നു. അതിനുശേഷമാണ് നമ്മളെ നെവിൻ്റെ നാടകം എല്ലാം തുടങ്ങുന്നത്. എല്ലാവരും അവിടെ ഒന്നിച്ചിട്ട് വന്ന് ഇരിക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് നെവിനോട് ചോദിക്കുന്നുണ്ട്, നീ ക്യാമറയുടെ മുൻപിൽ വന്നിട്ട് ഒരു തീരുമാനം പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്. അപ്പോൾ ആൾ അറിയാത്ത പോലെ പറഞ്ഞു പോയതാണ് സത്യത്തിൽ. പക്ഷേ ആൾ ബിഗ് ബോസ് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് ഞാൻ ആ ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. പക്ഷേ അതിനോട് ഏറ്റുപിടിച്ച അതിൽ ന്യൂറിയും പറഞ്ഞതോടുകൂടി പുള്ളിക്കാരൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ആത്മാഭിമാനത്തിന് തട്ടിയ പോലെ ആയപ്പോൾ ആൾ പിടിച്ച പിടിയിൽ പോകണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ബിഗ് ബോസ് എടുത്ത വഴിക്ക് പറയുന്നു പ്രധാന വാതിൽ തുറന്നിട്ടുണ്ട്, ഇപ്പം തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കാമെന്ന്. പിന്നെ കാണുന്ന നെവിൻ്റെ ഓട്ടമാണ്. പുറത്തേക്ക് ഡോറ് തുറക്കുന്നു, നെവിൻ ഒറ്റ ഓട്ടം ഇടുന്നു. പിന്നെ അതിനുശേഷം വളരെ ബഹളവും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് ഹൗസാണ് കാണുന്നത്. അതിൽ ന്യൂറി പിടിച്ച പിടി തന്നെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരടുത്ത് ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. എല്ലാവരും ഇപ്പം അനീഷിനെ മാറി അനുമോളുടെ മേത്താണ് കുതിര കയറുന്നത്. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു കൂട്ടത്തിൽ കുറച്ചെങ്കിലും ഭേദമുള്ള ഒരു ഗെയിമിൽ തന്നെയായിരുന്നു നെവിൻ. ഇപ്പം അഥവാ നെവിൻ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ജിസേലിൻ്റെ ഗെയിമിൽ നെവിൻ വീണു എന്ന് തന്നെ പറയേണ്ടി വരും.